ഗണേഷ് കുമാർ എം.എൽ.എ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, ബഹുമാനായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന സഖാക്കളെ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന അഴിമതി സർക്കാരിനെതിരെ ഇടതുപക്ഷ മുന്നണി തുടങ്ങിവെച്ച സമരത്തിൻ്റെ ആദ്യഘട്ട വിജയമാണ് കെ.എം. മാണിയുടെ രാജി. ജനകീയ സമരങ്ങളോട് മുഖം തിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നയങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു മാണിയെ പോലൊരു അഴിമതിക്കാരനെ ഇറക്കിവിടാൻ. അതിനേക്കാൾ വലിയ അഴിമതിക്കാരനെ ഇറക്കുന്നതിനുള്ള സമരത്തിൻ്റെ പോരാട്ടത്തിലാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. മാണി 1 കോടിയുടെ അഴിമതി നടത്തിയെങ്കിൽ 10 കോടിയുടെ അഴിമതി നടത്തിയ ബാബുവിനെതിരെയാണ് നമ്മുടെ സമരം. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയവും അതിന് മറുപടിയായി രമേശ് ചെന്നിത്തലയും ബാബുവും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ നോക്കിയാൽ ബാബു 10 കോടി രൂപ അഴിമതി നടത്തിയെന്ന് തെളിയിക്കാൻ മറ്റൊരു കടലാസിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു യോഗം വിളിച്ചു ചേർത്ത് ബഡ്ജറ്റിൻ്റെ മുന്നോടിയായി ചർച്ചകൾ നടത്താനെന്ന പേരിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത് 30 ലക്ഷം രൂപയായി ഞങ്ങൾ ഇത് വർദ്ധിപ്പിക്കും, ബാറുകളുടെ ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അത് 23 കുറയ്ക്കുകയും അങ്ങനെ 7 ലക്ഷം രൂപ ഓരോ ബാറുടമയ്ക്കും ലാഭം ഉണ്ടായി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ബാബു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരു യോഗം വിളിച്ചു, അതിൽ ഞാൻ 30 ലക്ഷം രൂപ ആക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം, എക്സൈസ് ടാക്സ് സെക്രട്ടറി പറഞ്ഞു 25 രൂപയാക്കണം എന്ന നിർദ്ദേശം. അതിൽ താഴേക്ക് കൊണ്ടുവന്ന് 23 കൊണ്ടു നിർത്തിയത് ബാബു ആണ് എന്ന് നേരിട്ടും അല്ലാതെയും ബാബുവിന്റെ പ്രസംഗത്തിലൂടെ ബാബു സമ്മതിച്ചിട്ടുണ്ട്. ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഹെഡ് മിസ്ട്രസിന്റെ, കുട്ടികൾ ബുക്ക് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിന്റെ പേരിൽ നടപടിയെടുക്കും എന്ന് പറയുന്ന നാണമില്ലാത്ത മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഇതെന്ത് ഭരണമാണ്? മനുഷ്യ നൂറ്റാണ്ടുകൾ പുറമോട്ട് ഭരിക്കുന്ന ഭരണമാണ്. അഴിമതിക്ക് വേണ്ടി മാത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ അഴിമതിക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരിനെ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മാത്രമാണ്. അഴിമതി നടത്താത്ത പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവന് വീട്ടിലിരിക്കാം, അവന് പണിഷ്മെന്റ്, അവന് വിശദീകരണം. ഏതൊരു ഉദ്യോഗസ്ഥൻ, IAS കാരനാണോ അവന് ചൊറിയും കുത്തിക്കൊണ്ടിരിക്കാം. അഴിമതിക്ക് കൂടെ നിൽക്കുന്നുണ്ടോ അവന് വലിയ വലിയ കസേരകളിൽ ഇരിക്കാം. ഇത് എവിടുത്തെ ന്യായമാണ്? ഈ ഭരണം തുടരാൻ പാടില്ല. അന്തസ്സുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ത്രിതല പഞ്ചായത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എൻ്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സർക്കാരിന്റെ വിലയിരുത്തൽ ജനകീയ കോടതിയിൽ നിങ്ങളുടെ അഴിമതി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ഒരുങ്ങുക, ഈ സർക്കാർ പിരിച്ചുവിട്ടുകൊണ്ട്, നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് അന്തസ്സായി കേരളത്തിലെ ജനങ്ങളെ നേരിടാൻ UDFന് ധൈര്യമുണ്ടോ എന്ന് ഈ യോഗത്തിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. ഒരു യുദ്ധത്തിന് ജനകീയ കോടതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്. സത്യത്തിന് വേണ്ടിയുള്ള, അഴിമതിക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ള സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞതുപോലെ ഇതിനൊരു അവസാനം ഉണ്ടാവുന്നവരെ, ബാബു ഇറങ്ങിയാൽ മാത്രം പോരാ, അഴിമതി സർക്കാരിന്റെ അവസാനം വരെ ഈ സമര പോരാട്ടങ്ങൾ തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.